വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മുടെ എക്സാം ഇതാ നമ്മുടെ മുന്നിൽ വന്നെത്തി കഴിഞ്ഞാലേ വളരെ കുറച്ച് ദിവസം മാത്രമേ ഇനി ആനുവൽ എക്സാമിന് നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഉള്ള ദിവസം മര്യാദക്ക് പഠിച്ച് നല്ല മാർക്കോട് കൂടി എക്സാമിനൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റണം അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നമ്മുടെ സയൻസിൽ തന്നെ നമുക്ക് 3 സബ്ജക്ട്സ് ആണ്. ഇതൊക്കെയാണിടാ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രിയിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, ബയോളജിയിലെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അതിൽ ഫിസിക്സ് ആയിരിക്കും കുറച്ചുകൂടെ നമുക്കൊരു ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫിസിക്സിൽ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ്? 4 ചാപ്റ്റേഴ്സ് അല്ലേ? ഹീറ്റിനെ കുറിച്ചിട്ടും മോഷനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ കറണ്ടിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ലൈറ്റിനെ കുറിച്ചുള്ള ചാപ്റ്റർ ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാമിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ ഇങ്ങനെ ഈ ഒരു ചാനലിനെ കുറിച്ച് അല്ലേ, 7th CBSE സബ്ജക്റ്റ് ഒക്കെ പറഞ്ഞു തരുന്ന ഈ ഒരു ചാനലിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. സ്ഥലത്തെ കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് പറയാം. അപ്പോൾ അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലോട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാത്തിട്ട് ഒരു യോദ്ധാ ബാച്ച് എന്ന് പറയുന്ന ബാച്ചൊക്കെ അവിടെ ഉണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അല്ലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആരും ഹൈസ്കൂളിലായി അയ്യോ എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ ആവേണ്ട, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. എന്താ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ? പ്ലെയിൻ ആയിരിക്കും അല്ലേ? സർഫസ് പ്ലെയിൻ ആയിട്ടുള്ള മിററിനെയാണ് നമ്മൾ എന്ത് പറയടാ? പ്ലെയിൻ മിറർ എന്ന് പറയാം അല്ലേ? അപ്പോൾ പ്ലെയിൻ മിററിൽ ഇമേജ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏത് പ്ലെയിൻ മിറർ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ പോയി നോക്കൂലേ, അതാണ് നമ്മൾ പ്ലെയിൻ മിററാ അല്ലേ? നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും അല്ലേ? നമ്മുടെ അതേ സൈസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് അയാൾക്ക്. എന്താ പ്രത്യേകത? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ പ്രത്യേകത? നമ്മൾ വലത് കൈ കാണിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ആളില്ലേ, അവിടെ കാണുന്ന ആളാണ് ഇമേജ്. നമ്മൾ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റും നമുക്ക് മിററിൽ കാണാൻ പറ്റുന്നതാണ് ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇമേജിൻ്റെ നമ്മളിവിടെ വലത് കൈ കാണിച്ച ഇമേജിൻ്റെ ഇടത് കൈ അവിടെ പൊക്കുക അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വലത് കാണിക്കുമ്പോൾ ഇമേജിൻ്റെ ഇടത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീനെ എന്താ പറയാന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഒരുപോലെ അല്ലേ, സെയിം സൈസിലുള്ള ഇമേജാണ് നമുക്ക് കിട്ടുക അല്ലേ? നമ്മളെ തന്നെ നമ്മളവിടെ കാണുന്നത്, നമ്മൾ അതേ മുടി അല്ല അതേ വലുപ്പത്തിലുള്ള ഇമേജാണ് നമുക്ക് അവിടെ കിട്ടുക. പിന്നെ ലാറ്ററൽ ഇൻവേർഷൻ, വലത് കൈ പൊക്കിയാൽ ഇടത് കൈ അല്ലേ? അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ നമ്മൾ എത്രത്തോളം അല്ലെ ഡിസ്റ്റൻസിലാണ് മിററിൽ നിന്ന് കീപ്പ് ചെയ്യുന്നത്, അതേ ഡിസ്റ്റൻസ് നമ്മുടെ ഇമേജും കീപ്പ് ചെയ്യും അല്ലെ? ഇപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കുട്ടി നോക്കിയോ, ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇമേജ് നോക്കിയാൽ അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ? അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പ്ലെയിൻ മിറർ ഫോംസ് ആൻഡ് ഇറക്റ്റ് ഇമേജ് അല്ലെ? നിവർന്ന പ്രതിബിംബം, നിവർന്ന ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. സെറ്റ് ആണല്ലോ? ഇറ്റ് ഫോംസ് എ വെർച്വൽ ഇമേജ്. ഓക്കെ, ബിഹൈൻഡ് ദ മിറർ ആണ്. ഓക്കെ, ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വെർച്വൽ ഇമേജ് എന്നാണ് പറയുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയോ, സൈസ് ഓഫ് ദ ഇമേജ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലെ? നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ? നെക്സ്റ്റ് എന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. ലാറ്ററൽ ഇൻവേർഷൻ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുപോലെ നോക്കിയടാ, ഇമേജസ് ഫോംഡ് അറ്റ് ദ ഡിസ്റ്റൻസ് അല്ലെ, ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ദ മിറർ ആസ് ദ ഒബ്ജക്ട് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് അല്ലെ? നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, റെഡി ആണല്ലോ? സെറ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്റ്റേറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ എ കോൺവെക്സ് ആൻഡ് എ കോൺകേവ് ലെൻസ്. 2 ലെൻസിനെ കുറിച്ച് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെയാണ് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസ്. നോക്കിയടാ, കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെയാണ് അല്ലേ? വരക്കാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റും അല്ല? ദാ ഇങ്ങനെ വരച്ചു കൊടുത്താൽ അതില്ലേ? കോൺവെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഔട്ടർ ഇങ്ങനെ ഒരു ഇതുണ്ടാവും കേട്ടോ. ഔട്ടറിലോട്ട് ഇങ്ങനെ ഉണ്ടാവും, അതാണ് കോൺവെക്സ്. ഈ കോൺകേവ് എന്ന് പറയുമ്പോൾ ഗുഹ അല്ലേ? ഗുഹ അങ്ങനെയാണ്, ഇങ്ങനെ കുഴി പോലെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ കോൺകേവ് ലെൻസ്. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇവരുടെ കുറച്ച് പ്രത്യേകതകൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ പ്ലെയിൻ മിററിന്റെ ഇമേജിനെ കുറിച്ച് പഠിച്ചില്ലേ? അതുപോലെ ഇവരുടെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. കോൺവെക്സ് ലെൻസ് ക്യാൻ ഫോം ബോത്ത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ്. കോൺകേവ് ലെൻസിലാണെങ്കിലോ ഓൺലി വെർച്വൽ ഇമേജ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ക്യാൻ ഫോം മാഗ്നിഫൈഡ് ഇമേജ്. എന്താ മാഗ്നിഫൈഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ? ഭയങ്കര വലിയ ഇമേജസ് അല്ലേ? നമ്മൾ നോക്കുമ്പോൾ നമ്മളാണ് ഒബ്ജക്റ്റ്, അവിടെ കാണുന്നതാണ് ഇമേജ് അല്ലേ? ആ ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളെക്കാൾ വലിയ സൈസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ മാഗ്നിഫൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മളുടെ കോൺകേവ് ലെൻസിലോട്ട് വരുന്ന സമയത്ത് ഇമേജ് ഇസ് ഓൾവേസ് ഡിമിനിഷ്ഡ് ഇൻ സൈസ്. എന്താ ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ? കുഞ്ഞത്,
വളരെ ചെറുത്, അതിനെയാണ് നമ്മൾ ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സെറ്റായാലോ? റെഡി? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സിമ്പിൾ ഓഫ് സെല്ല്. സെല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? സെല്ലിന്റെ സിമ്പിൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെല്ലാണ്. ഒരു വലിയ വരയും വേണം, ഒരു ചെറിയ ലൈനും വേണം അല്ലേ? വലിയ ലൈനാണ് പോസിറ്റീവ് ആൻഡ് ചെറിയ ലൈനാണ് നെഗറ്റീവ്. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രിക് ഫ്യൂസ് ഈസ് എ. എന്താണ്? എ ഉണ്ട്, വി ഉണ്ട്, സി ഉണ്ട്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ഇറ്റ്സ് എ സേഫ്റ്റി ഡിവൈസ് അല്ലേ? നമ്മളുടെ ഉപകരണങ്ങളൊക്കെ, ഡിവൈസസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഇലക്ട്രിക് ഫ്യൂസ് എന്ന് പറയുന്നത് അല്ലേ? ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ, ഒരു ലോഡ് കറണ്ട് അല്ലേ, ആ ഡിവൈസിനെ താങ്ങാവുന്നതിലധികം കറണ്ട് ആ ഡിവൈസിൽ വന്നു കഴിഞ്ഞാൽ ഡിവൈസ് എന്ത് ചെയ്യും? അല്ലെ, സീനാവും അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെ, ആ ഓവർ കറണ്ട് അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കണക്ഷൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഫ്യൂസ് വയർ കണക്ട് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പം അതൊക്കെയാണ് ഇറ്റ്സ് എ സേഫ്റ്റി ഡിവൈസ് അല്ലേ, വിച്ച് പ്രൊട്ടക്ട് അവർ ഡിവൈസസ് അല്ലേ? ഓക്കെ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കൾ. മറക്കണ്ട, നമ്മളുടെ ഈ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കണം. സൈലത്തെ കുറിച്ചിട്ടും പറയണം. ഞങ്ങളുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അന്വേഷണമൊക്കെ അവരോട് അറിയിക്കണം കേട്ടോ. ഓക്കെ. ബൈ. താങ്ക് യു സോ മച്ച്.